Assalamu alaikum. Hi dears, how are you all? Are you fine? Are you take your breakfast? Are you ready to study? Okay, we can start the class with the dua. Say, Rabbi yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, today we can study a new chapter. Are you? Then this chapter name is transport. What do you mean by transport? Yes. Transport means what? We use transport to move from one place to another. അല്ലേ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യണം. അതിന് എന്ത് ആവശ്യമാണ്? ഒരു ട്രാൻസ്പോർട്ട് ആവശ്യമാണ്. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട്. ഓക്കെ. അപ്പം ഇൻ ഏർലിയർ ടൈംസ്, അതായത് പഴയ കാലങ്ങളിൽ എന്താണ്, ദർ ഇസ് നോ അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്. ദേ യൂസ് ആനിമൽസ് ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. പണ്ട് കാലങ്ങളിൽ എന്താണ്, മനുഷ്യർ എന്താണ് ഉപയോഗിച്ചിരുന്നത്? ആനിമൽസ് ആയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ദേ യൂസ് ആനിമൽസ്. ബട്ട് ദിസ് ടൈം we use many modes of transport. In this chapter we can study detail about various transport. Okay. All of you take page number 117 in your EVS textbook. Page number 117. എല്ലാ മക്കളും ആ പേജ് നമ്പർ ഒന്ന് എടുത്തിട്ട് ഒരു പെൻസിൽ എടുത്ത് ശ്രദ്ധിച്ചൊന്നിരുന്നേ. ഫസ്റ്റ് there is one activity, fill in the blanks. We can do that. First one, I go to school by dash. I go to school by dash. നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലോട്ട് പോകുന്നത്? നിങ്ങൾ ബസ്സിലാണെങ്കിൽ എന്ത് എഴുതണം അവിടെ? ബൈ ബസ്. നിങ്ങൾ ഓട്ടോയിലാണെങ്കിലോ ഐ ഗോ ടു സ്കൂൾ ബൈ ഓട്ടോറിക്ഷ. അല്ലെങ്കിലോ വാനിലാണെങ്കിൽ എന്ത് എഴുതണം? വാൻ. അപ്പം മിസ് എന്ത് എഴുതാൻ പോവാണ് ഇവിടെ? ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. I go to school by bus. Do you write? Okay, second one, a boat sails on dash. സാധാരണയായി ബോട്ട് എതിലേ കൂടിയാണ് പോകുന്നത്? A boat sails on we can write a boat sails on river or sea. റിവർ എന്ന് എഴുതിയാൽ ആൻസർ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ വാട്ടർ എന്ന് എഴുതിയാൽ എന്താണ്? കറക്റ്റ് ആണ്. ഈ ബോട്ട് സെയിൽസ് ഓൺ വാട്ടർ ഓർ ബോട്ട് സെയിൽസ് ഓൺ റിവർ, ഏത് വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് വൺ, എ ബൈസൈക്കിൾ ഹാസ് ഡാഷ് വീൽ. വി ഓൾ നോ എ ബൈസൈക്കിൾ ഹാസ് ഹൗ മെനി വീൽസ്? യെസ്, 2 wheels. എ ബൈസൈക്കിൾ ഹാസ് 2 wheels. ദ ആൻസർ ഈസ് 2 wheel. കുഞ്ഞു മക്കളൊക്കെ ചവിട്ടുന്ന ബൈസൈക്കിളിൽ എത്ര വീൽ ഉണ്ടാവും? 3 wheels ഉണ്ടാവും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണത്? അവർക്കത് ചവിട്ടി പഠിക്കാനും മറിഞ്ഞു വീഴാതിരിക്കാനും. ബട്ട് യൂഷ്വലി എ ബൈസൈക്കിൾ ഹാസ് 2 wheels. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡാഷ് ഈസ് യൂസ്ഡ് ടു ട്രാവൽ ബൈ എയർ. ഡാഷ് ഈസ് യൂസ്ഡ് ടു ട്രാവൽ ബൈ എയർ. എയറിലൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം? വിച്ച് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് വി യൂസ്? We can write here aeroplane. Say the spelling, aeroplane, aeroplane. A dash is used to travel by air, aeroplane. Okay. എന്താണ്? I go to school by bus. Second one, a boat sails on river or water. Next one, a bicycle has 2 wheels. Then a dash is used to travel by aeroplane. Okay, all you right? Okay, inshallah we can go to modes of transport. Okay, what do you mean by modes of transport? എന്താണ് modes of transport എന്ന് നമുക്കൊന്ന് പഠിക്കാം. modes of transport. Transport is a major place of our lives. If there is no transport, we cannot move from one place to another. അതായത് ട്രാൻസ്പോർട്ടിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല,
എല്ലാം നമ്മുടെ ജീവിതം തന്നെ എന്താവും ബുദ്ധിമുട്ടായി മാറും അല്ലേ. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആർ ദ മീൻസ് ബൈ വിച്ച് പീപ്പിൾ ഓർ ഗുഡ്സ് ആർ മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പം എന്താണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആർ ദ മീൻസ് ബൈ വിച്ച് പീപ്പിൾ ഓർ ഗുഡ്സ് ആർ മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. Modes of transport are the means by which people or goods are moved from one place to another. എന്താണ് modes of transport are the means by which people or goods are moved from one place to another. Say with me, modes of transport are the means by which people or goods are moved from one place to another. അതായത് മനുഷ്യനും അതുപോലെ goods means what? അതായത് സാധന സാമഗ്രികൾ ഇല്ലേ. അതായത് നമുക്ക് എന്ത് വേണം, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് വേണം, അതുപോലെ നമുക്ക് ഡ്രസ്സ് വേണം, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിവിധ തരം ട്രാൻസ്പോർട്ട് വഴിയാണ് എന്ത് നമ്മുടെ കരങ്ങളിൽ എത്തുന്നത്. അപ്പം എന്താണ് modes of transport are the means by which people or goods are moved from one place to another. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യരുടെയോ അതുപോലെ എന്താണ് സാധനങ്ങളുടെയോ മൂവ്മെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആർ ദ മീൻസ് ബൈ വിച്ച് പീപ്പിൾ ഓർ ഗുഡ്സ് ആർ മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, there are three main modes of transport. There are how many types of modes are there? Mainly there are three types of modes are there. Three types of transport are there. What are they? Can you say? First one is land transport. First type of transport is land transport. Second one, can you say? ഏതായിരിക്കും രണ്ടാമത്തേത്? Yes, water transport. Water transport. Third one, air transport. Air transport. So mainly there are three types of transport. First one, land transport. Second one, water transport, and third one, air transport. Okay, land transport means what? Yes, means of transport used to move on land are known as land transport. എന്താണ് means of transport used to move on land are known as land transport. അതായത് കരയിലൂടെയുള്ള ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ടു മൂവ് ഓൺ ലാൻഡ് ആർ നോൺ ആസ് ലാൻഡ് transport. Okay, land transport is of two types, that is road transport and rail transport. അപ്പം എന്താണ് land transport എന്താണ് means of transport used to move on land. അതായത് ലാൻഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നു. ഈ ലാൻഡ് ട്രാൻസ്പോർട്ട് തന്നെ എന്താണ് ടു ടൈപ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ട്. സെക്കൻഡ് വൺ rail transport. We all know these two types of transport അല്ലേ. road transport നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് means of transport used to move on land are known as land transport. Then road transport എന്താണ് vehicles that move on roads are known as means of road transport. Vehicles that move on road are known as means of road transport. അപ്പോൾ എന്താണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ
vehicles that move on road are known as road transport. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം അല്ലേ, റോഡിലൂടെ പോണ വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും. അപ്പം ക്യാൻ യു സേ ദ നെയിംസ് ഓഫ് സം റോഡ് ട്രാൻസ്പോർട്ട്? യെസ്, ബസ്, കാർ, then bicycle, motorbike, auto rickshaw, truck, examples of this road transport. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? വെഹിക്കിൾസ് ദാറ്റ് മൂവ് ഓൺ ലാൻഡ് ആർ നോൺ ആസ് റോഡ് ആർ നോൺ ആസ് റോഡ് ട്രാൻസ്പോർട്ട്. ഫോർ എക്സാമ്പിൾ യെസ്, ഓട്ടോ റിക്ഷ, മോട്ടോർ ബൈക്ക്, ദെൻ കാർ, ബസ്, ട്രക്ക്, എക്സാമ്പിൾ. ദെൻ ടു വീലേഴ്സ്. അപ്പോൾ ഈ റോഡ് ട്രാൻസ്പോർട്ടിൽ തന്നെ എന്താണ്, ടു വീലേഴ്സ് ഉണ്ട്, ത്രീ വീലേഴ്സ് ഉണ്ട്, ഫോർ വീലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ലാൻഡ് ട്രാൻസ്പോർട്ട്. എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ടു മൂവ് ഓൺ ലാൻഡ് ആർ നോൺ ആസ് ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് ആർ ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഇസ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട്. എന്താണ് റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? വെഹിക്കിൾസ് ദാറ്റ് മൂവ് ഓൺ റോഡ് ആർ നോൺ ആസ് റോഡ് ട്രാൻസ്പോർട്ട്. ഫോർ എക്സാമ്പിൾ bicycle, car, bike, auto rickshaw, etc. Then two wheelers എന്താണ് നമുക്കൊന്ന് നോക്കാം. Two wheelers. Two wheelers എന്താണ്? Vehicles with two wheels are known as two wheelers. We all know that vehicles with two wheels are known as two wheelers. ഇപ്പോൾ ടു വീലർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീട് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. എവ്രി ബഡീസ് ഹൗസ് ഹാവ് ടു വീലേഴ്സ് അല്ലേ. അപ്പം എന്താണ്? വെഹിക്കിൾസ് വിത്ത് ടു വീൽസ് ആർ നോൺ ആസ് ടു വീലേഴ്സ്. ദെൻ ഫോർ എക്സാമ്പിൾ ടു വീലേഴ്സ് ഏതൊക്കെയാണ്? യെസ്, ബൈസൈക്കിൾ, ദെൻ സ്കൂട്ടർ, ദെൻ മോട്ടോർ ബൈക്ക്. ഓക്കെ, ഇതൊക്കെയാണ് ടു വീലേഴ്സിൻ്റെ എക്സാമ്പിൾ. You can see the picture in the textbook: bicycle, scooter and motorbike. അപ്പോൾ എന്താണ്? vehicles with two wheels are known as two wheelers. Okay, then vehicles with three wheels are known as three wheelers. Three wheelers. Vehicles with three wheels are known as three wheelers. For example, auto rickshaw. Auto rickshaw, cycle rickshaw and tempo are a few examples of three wheelers അല്ലേ. ഏതൊക്കെയാണ്? ഓട്ടോ റിക്ഷ, ദെൻ സൈക്കിൾ റിക്ഷ. അത് ഇപ്പം നമുക്ക് റെയറാണ് കാണാൻ, അധികം കാണില്ല, അധികം എന്നല്ല ഒട്ടും തന്നെ ഇല്ല സൈക്കിൾ റിക്ഷ. പിന്നീട് എന്താണ്? ടെമ്പോ. ടെമ്പോ വി ക്യാൻ സീ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ത്രീ വീലേഴ്സ്. അപ്പോൾ ത്രീ വീലേഴ്സിൻ്റെ എക്സാമ്പിൾസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓട്ടോ റിക്ഷ, ടെമ്പോ. Then four wheelers and heavy load vehicles. എന്താണ് ഫോർ വീലേഴ്സ് എന്ന് പറഞ്ഞാൽ? vehicles with four wheels are known as four wheelers. Then for example, car, yes, bus, jeep are a few examples of four wheelers. Okay, vehicles that have more than four wheels. അപ്പം ഫോർ വീലേഴ്സ് ഉള്ളതിന്, ഫോർ വീൽസ് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫോർ വീലേഴ്സ് എന്ന് വിളിക്കുന്നു. ത്രീ വീൽസ് ഉള്ള വെഹിക്കിൾസിനെ നമ്മൾ ത്രീ വീലേഴ്സ് എന്ന് വിളിക്കുന്നു. ടു വീൽസ് ഉള്ളതിനെ നമ്മൾ ടു വീലേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മോർ ദാൻ ഫോർ വീൽസ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഹെവി ലോഡ് വെഹിക്കിൾസ്. അവയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹെവി ലോഡ്സ് വെഹിക്കിൾ. അതായത് വെഹിക്കിൾസ് ദാറ്റ് ഹാവ് മോർ ദാൻ ഫോർ വീൽസ് ആൻഡ് ദേ ക്യാരി ഹെവി ലോഡ്. അങ്ങനെയുള്ള വണ്ടികൾ എന്താണ് ക്യാരി ചെയ്യുന്നത്? ഹെവി ലോഡ്സ് ആണ് ക്യാരി ചെയ്യുന്നത്. അങ്ങനെയുള്ള വെഹിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെവി ലോഡ് വെഹിക്കിൾസ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ ബസ്, ട്രക്ക്, ലോറി ആർ എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ഹെവി ലോഡ്സ് വെഹിക്കിൾ. അപ്പം ടുഡേ വാട്ട് വി സ്റ്റഡീഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? means of transport are the means by which people or goods are moved from one place to another. Then there are mainly three types of transport. What are they? Land transport, water transport and air transport. അപ്പോൾ എന്താണ് land transport എന്ന് പറഞ്ഞാൽ? Can you say? Means of transport used to move on land are known as land transport. അപ്പം ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ടു മൂവ് ഓൺ ലാൻഡ്. ലാൻഡിലൂടെ പോകുന്ന വെഹിക്കിൾസിനെയാണ് നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ
ഒരുപാട് നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് ഓൾ വെഹിക്കിൾസ് ആർ ദ ലാൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ 2 ടൈപ്സ് ഉണ്ട്. അതാണ് എന്ത്, റോഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്, റെയിൽ ട്രാൻസ്പോർട്ടും ഉണ്ട്. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വെഹിക്കിൾസ് ദാറ്റ് മൂവ് ഓൺ റോഡ് ആർ നോൺ ആസ് റോഡ് ട്രാൻസ്പോർട്ട്. ഫോർ എക്സാമ്പിൾ 2 വീലേഴ്സ് ഉണ്ട്, ദെൻ 3 വീലേഴ്സ് ഉണ്ട്, ദെൻ 4 വീലേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച് നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. Then all of you read your textbook well. Inshallah, we can meet in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.